ഇനി നമുക്ക് ഇഫിൻ്റെ അകത്ത് പറയാനുള്ളത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഒരേ സമയം ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ കണ്ടീഷൻ ഒരേ സമയം ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ പറയാണ് എനിക്ക് ഒരു കണ്ടീഷനല്ല ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ വേണം. അപ്പോൾ എനിക്ക് പറയണത് 80നേക്കാൾ കൂടുതലും അതുപോലെ എമ്മിൻ്റെ വാല്യൂ 90നേക്കാൾ ചെറുതുമാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, എനിക്ക് ഏന്ന് പ്രിന്റ് ചെയ്താൽ മതി. അതുപോലെ എമ്മിൻ്റെ വാല്യൂ 60നേക്കാൾ കൂടുതലും ആൻഡ്, അതിനാണ് ആൻഡ് എന്ന് പറയുന്നത്. ആൻഡ് എനിക്ക് എമ്മിൻ്റെ വാല്യൂ 65നേക്കാൾ ചെറുതുമാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ബി പ്രിന്റ് ചെയ്താൽ മതി. എനിക്ക് 2 കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ് എന്നുള്ള സാധനം ഉപയോഗിക്കാം, ആൻഡ് ഉപയോഗിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാനിവിടെ 61 കൊടുത്തു, 61 കൊടുത്തു. അപ്പം എന്ത് ചെയ്തു, ബി എന്ന് പ്രിന്റ് ചെയ്തു. മനസ്സിലാവുണ്ടോ? അതായത് നേരത്തെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് ഒരു കണ്ടീഷൻ മാത്രമാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരേ സമയം 2 കണ്ടീഷൻ കൊടുക്കാം, 1, 2, 3 കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, ഞങ്ങൾക്ക് വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ LCF ഒഴിവാക്കി. പറയാണ് എമ്മിൻ്റെ വാല്യൂ 80നേക്കാൾ വലുതും എമ്മിൻ്റെ വാല്യൂ 90നേക്കാൾ ചെറുതുമാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ 85 എന്ന് കൊടുത്തു. 85 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെ ആ കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ എന്ന് പ്രിന്റ് ചെയ്യും അല്ലേ. ഇനി എനിക്കിങ്ങനെ കൊടുക്കാം, ഓർ കൊടുക്കാം. ഓർ ചില സമയത്ത് ഓർ വരും, അതായത് ഒന്നെങ്കിൽ അതല്ലെങ്കിൽ രണ്ടാമത്തേത്. ആദ്യത്തേതോ രണ്ടാമത്തേതോ എന്ത് ചെയ്താൽ മതി, ശരിയായാൽ സംഗതി വർക്ക് ചെയ്യും. ഈ കേസിൽ നമ്മൾ രണ്ടു കൊടുത്താലും വർക്ക് ചെയ്യും. ഇപ്പോൾ 40 ഞാൻ എന്ത് ചെയ്തു, 85 എന്ന് കൊടുത്തു. ഓക്കെ, 85 കൊടുത്തു. അപ്പോൾ വർക്ക് ചെയ്തു അല്ലേ. അപ്പം ഒന്നുകിൽ എം എന്ത് ചെയ്യണം, 80നേക്കാൾ വലുതാണ്, അല്ലെങ്കിൽ എം 90നേക്കാൾ ചെറുതാണ്. അപ്പോൾ ഏതോ സംഗതി വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ് അല്ലെങ്കിൽ ഓർ എന്നുള്ള സംഗതി എന്ത് ചെയ്യാൻ പറ്റും, ഇഫിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പല സാഹചര്യത്തിൽ ആവശ്യം, മൾട്ടിപ്പിൾ കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ പറയാം, ഇവിടെ അടുത്ത് 2 നമ്പർ ഉണ്ട്, ഒന്ന് എയും 2 ബിയും. ഞാൻ അത് കോപ്പി പേസ്റ്റ് ചെയ്താണ്. കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഷിഫ്റ്റ് അടിക്കാൻ ഞാൻ താഴേക്കുള്ളത് അടിച്ചു. അപ്പോൾ ഇങ്ങനെ മാർക്കായി. എന്നിട്ട് ഞാൻ Ctrl+C എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ അത് കോപ്പിയായി. Ctrl+V അടിച്ചപ്പോൾ എന്ത് ചെയ്ത് പേസ്റ്റ് ചെയ്തു. നമുക്ക് എവിടെയൊക്കെ സമയം ലാഭിക്കാൻ പറ്റും അവിടെയൊക്കെ എന്ത് ചെയ്യുക, ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കുക. Ctrl+C Ctrl+V ഒക്കെ ഉപയോഗിക്കുക. ഇപ്പോൾ ABC, എനിക്കിതിൽ പിന്നെ വലിയ നമ്പർ ആരാന്നറിയണം, ഗ്രേറ്റസ്റ്റ് നമ്പർ ആരാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, ഇഫ് എന്ത് ചെയ്യുക, എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. എ ബിനേക്കാളും സിനേക്കാളും, ആദ്യത്തെ നമ്പർ രണ്ടാമത്തേനേക്കാളും വലിയ, മൂന്നാമത്തേനേക്കാളും വലുതാണ് എനിക്ക് എന്ത് പറയാം, ഗ്രേറ്റസ്റ്റ് നമ്പർ. ഏറ്റവും വലിയ നമ്പർ ആരാണെന്ന് പറയാം, എ ആണെന്ന് പറയാം അല്ലേ. പ്രിന്റ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് എ. റെഡി ആണല്ലോ. അതല്ലെങ്കിൽ എൽസ് ഇഫ് അല്ലേ, എൽസ് ഇഫ് എന്ത് പറയാം. ഇനി ബിനെ നോക്കാം, ബി എനേക്കാളും വലുതാണ്, അതുപോലെ ബി സിനേക്കാളും വലുതാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ നമ്പർ ആദ്യത്തേതിനേക്കാളും മൂന്നാമത്തേതിനേക്കാളും വലുതാണ്, നമുക്ക് എന്ത് പറയാം, ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, നമ്മുടെ ബി ആയിരിക്കും അല്ലേ. ഞാൻ ഈ ലൈൻ ഇവിടെ കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു, ബി എന്ന് എഴുതി. ഇനി അതല്ല, രണ്ടും അല്ലാത്ത കണ്ടീഷനാണ് നമുക്ക് എന്ത് വരാം, നോർമലി മൂന്നാമത്തെ നമ്പറാണ് വരിക. ഇനി അതല്ല, അതും കൂടി നമുക്ക് ഒന്നുകൂടി ഉറപ്പ് വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടീഷൻ ഒന്നുകൂടി കൊടുക്കുക. എൽസിഫ് സി എന്നുള്ളത് നമ്മൾ സി ആ ഫോക്കസ് ചെയ്യണം. സി എന്നുള്ള നമ്പർ എനേക്കാളും വലുതാണ്, അതുപോലെ സി എന്നുള്ള നമ്പർ ആരെക്കാളും വലുതാണ്, ബിനേക്കാളും വലുതാണ്. നമുക്ക് എന്ത് പറയാം, ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ആരാണ്, സി ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനുള്ളതാണ്, ശരിക്ക് 3 നമ്പർ ചെക്ക് ചെയ്യണത്. അപ്പോൾ എൻ്റർ നമുക്ക് ഇങ്ങനെ പറയാം, എൻ്റർ ഫസ്റ്റ് നമ്പർ, എൻ്റർ സെക്കൻഡ് നമ്പർ, എൻ്റർ തേർഡ് നമ്പർ. 3 നമ്പർ കൊടുത്തിട്ട് അതിന് ആരാണ് വലുത് എന്ന് ചെക്ക് ചെയ്യണം പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്പർ നമ്മൾ കൊടുത്തു 3 എന്ന് കൊടുത്തു, രണ്ടാമത്തെ നമ്പർ കൊടുത്തു 4 കൊടുത്തു, മൂന്നാമത്തെ നമ്പർ 5 കൊടുത്തു. ഇവിടെ 5 എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്പർ എന്നുള്ളത്. ഇനി ഇവിടെ സിമ്പിൾ നമ്മൾ തിരിച്ചു കൊടുത്താൽ നമുക്ക് ഏറ്റവും ചെറിയ നമ്പർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഇതിൽ ചെറിയ നമ്പർ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇഫ് വെച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായ കുറേ പ്രോഗ്രാമുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും. അതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻഡും ഓറും വെച്ചിട്ട് നമുക്ക് കമ്പൈൻ ചെയ്ത് നോക്കാൻ പറ്റും. നമുക്കിതിൽ വേറൊരു ടെക്നിക്കൊക്കെ ഉള്ളത്, നമുക്ക് ഒരേ സംഗതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യത്യസ്തമായ സംഗതികൾ ചെയ്യാൻ പറ്റും. ഇപ്പം എ ബിനേക്കാൾ വലുതാണ്. ഓക്കെ, പല കണ്ടീഷനൊക്കെ ചോദിക്കുകയാണെങ്കിൽ
എ സിനേക്കാൾ ചെറുതാണ്. അതുപോലെ തന്നെ വേറെ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്ക് പറയാം സി ബിനേക്കാൾ വലുതാണ് ആൻഡ് സി എനേക്കാൾ വലുതാണ്, അങ്ങനെയൊക്കെ പറയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടീഷനുകൾ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ ഓർ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? എ ബിനേക്കാൾ വലുതും എ സിനേക്കാൾ ചെറുതും, എ സിനേക്കാൾ വലുതും, അതല്ലെങ്കിൽ സി ബിനേക്കാൾ വലുതും സി എനേക്കാൾ വലുതും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള സംഗതിയാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇത് കറക്റ്റ് ഓർഡർ അല്ല, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പല മെസ്സേജുകളൊക്കെ എന്ത് ചെയ്യാം? അങ്ങനെ കൊടുക്കാൻ പറ്റും. വ്യത്യസ്തമായ രൂപത്തിൽ ഈ ആൻഡും ഓറൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. നിങ്ങളെ സിമ്പിൾ ലോജിക്കാണ്, അങ്ങനെ വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾക്ക് തരുന്ന അസൈൻമെന്റുകൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾ അടുത്ത ചെയ്യേണ്ട പ്രോഗ്രാം ഇതാണ്, അസൈൻമെന്റ് ഇതാണ്. 3 നമ്പർ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്നുള്ളത് പ്രിന്റ് ചെയ്യണം. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ 3 നമ്പർ നൽകിയിട്ടുണ്ട്. അതിൽ മിഡിലുള്ള നമ്പർ ഏതാണെന്നുള്ളത് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. അപ്പോൾ എയും ബിയും ഇഫൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മിക്സ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താം. ഓക്കെ, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ മടി കൂടാതെ അയാളെ കുറേ പണി അയാളെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളതാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ സോഫ്റ്റ്വെയറെ കൺവേർട്ട് ചെയ്താൽ. അപ്പം മനുഷ്യന്മാരാണെങ്കിൽ പൊതുവെ ഒരു കാര്യം നമ്മൾ കുറേ തവണ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരേ സംഗതി വീണ്ടും ചെയ്ത് പോകണം. ഫോർ എക്സാമ്പിൾ പറയണം, ഒരാളോട് ഒരു വാഹനം ഓടിക്കാൻ പറയുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിക്കുന്നു, പിന്നെ ഓടിക്കുന്നു. അപ്പോൾ ഒരേ സംഗതി ചെയ്യണമെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ ബോറിംഗ് ആയിരിക്കും. അതല്ലെങ്കിൽ അവരോട് പുസ്തകം വായിക്കാൻ പറയാം, അല്ലെങ്കിൽ എഴുതാൻ പറയാം. അപ്പോൾ എല്ലാം ഭയങ്കര ബോറിംഗുള്ള സംഗതിയാണല്ലോ. പൊതുവെ ഈ റീൽസും സംഗതിയൊക്കെ നോക്കുന്നത് മാത്രമേ പൊതുവെ ആൾക്കാർക്ക് ബോറിംഗ് കുറവുള്ളൂ. ശരിക്കും യഥാർത്ഥത്തിൽ പ്രൊഡക്റ്റീവ് അല്ല. നമ്മളറിയാതെ ടൈം നമ്മളെ അൽഗോരിതംസ് നമ്മൾ എന്ത് ചെയ്യാണ്? അഡിക്റ്റ് ആക്കിയിട്ട് ചെയ്യാണ്. എനിവേ, ഇപ്പോൾ റിപ്പീറ്റഡ് ടാസ്കുകൾ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലൂപ്പ് ചെയ്യാന്ന് പറയും. ഓക്കെ, ലൂപ്പ്, ഒരേ സംഗതി വീണ്ടും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളെ പൈത്തണൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് ഒരേ സംഗതി വീണ്ടും ലൂപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെ കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യില്ല, ബോറടിക്കൂല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറെ കൊണ്ട് എങ്ങനെ ലൂപ്പ് ചെയ്യിക്കാം? നമ്മൾ ലൂപ്പ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഹായ് എന്ന് പറഞ്ഞു, ഹായ് ഒരു പ്രാവശ്യം പറഞ്ഞു, വീണ്ടും എന്ത് ചെയ്തു? ഹായ് എന്ന് പറഞ്ഞു, വീണ്ടും ഹായ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10,000 പ്രാവശ്യം എന്ത് ചെയ്യുക? ഹായ് പറയും. നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതാണ് എന്തുള്ളത്? ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പം പൈത്തണിൻ്റെ അകത്ത് നമുക്ക് 2 ടെക്നിക്കാണുള്ളത് ലൂപ്പിങ്ങിന്. ഐട്രേഷൻ എന്നൊക്കെയാണ് നമ്മൾ ടെക്നിക്കൽ യൂസ് ചെയ്യുന്ന പേര്. ഫോർ ലൂപ്പ് ഉണ്ട്. അപ്പം നമുക്ക് ഫോറിൽ പറഞ്ഞു കൊടുക്കുക എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ അവസാനിക്കണം, എത്ര തവണ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും? എത്ര തവണ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് ഹായ് ഹായ് തന്നെ ആവില്ല നമുക്ക് പറയേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? 1 പ്രിന്റ് ചെയ്യണം, 2, 3 അങ്ങനെ കുറേ ചെയ്യാം. നമുക്ക് 1000 വരെ നമ്പറുകൾ ഇങ്ങനെ പ്രിന്റ് ചെയ്യണം. അല്ലെങ്കിൽ 1000 മുതൽ ബാക്കിലേക്ക് നമ്പർ പ്രിന്റ് ചെയ്യണം. 1000 മുതൽ 99, 999, 998 എങ്ങനെ വന്നിട്ട് എന്ത് 1 വരെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചെറിയ വ്യത്യാസങ്ങളോട് കൂടി ഒരേ ജോലി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചെയ്യിക്കാൻ പറ്റും. അതിനുള്ള ആൾക്കാരാണ് നമ്മുടെ ലൂപ്സ്. ലൂപ്പ് നമുക്ക് 2 സംഗതി ഉള്ളത്. ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്. ഓക്കെ, ഫോർ ലൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർ എന്ന് എഴുതും കേട്ടോ. പിന്നെ നമ്മൾ ഐ എന്നുള്ള ഒരാളുണ്ടാവും. ഐ എന്നുള്ള ഒരാളാണ് എപ്പോഴും എഡിൽ നടന്നിട്ട് ഇങ്ങനെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരാളാണ് ഐ. ഇൻ റേഞ്ച് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ റേഞ്ച് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് അറിയില്ല. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം, എത്ര സമയം പോകണം എന്നൊക്കെയാണ് തീരുമാനിക്കുക. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ടിങ് നമ്പറും എൻഡിങ് നമ്പറും കൊടുക്കുക. അല്ലെങ്കിൽ എൻഡിങ് നമ്പർ മാത്രം കൊടുത്താൽ 0 എന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യും? ആ നമ്പറിൻ്റെ തൊട്ട് മുന്നേ വരെയുള്ള നമ്പർ വരെ പോയിട്ട് നോക്കും. നമുക്ക് പ്രോഗ്രാം നോക്കാം എങ്ങനെയാണ് ഒരു സിമ്പിൾ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഹായ് എന്നുള്ളത് എങ്ങനെ ഒരുപാട് തവണ റൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ പ്രോഗ്രാമിലേക്ക് എത്തി. ഞാനിവിടെ എന്ത് ചെയ്യാണ്? ഒരു ഫോർ കൊടുക്കുകയാണ്. ഫോർ ഐ ഇൻ റേഞ്ച്. വേർഡൊന്നും കണ്ട് പഠിക്കേണ്ട, സിമ്പിൾ സംഗതിയാണ്. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 5 എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒരു കോളം കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ കുറച്ച് മുന്നിലായിട്ട് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ബാക്കിൽ എഴുതരുത്, കുറച്ച് മുന്നിൽ. അതായത് ആ രണ്ടാമത്തെ ലൈന് തുടങ്ങുന്നിടത്ത് ഇത് ഒരു ടാബ് മുന്നിൽ ആയിട്ട് എഴുതുക. ടാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പേസിൻ്റെ താഴെയുള്ള ഒരാൾ, നമ്മുടെ എസ്കേപ്പിൻ്റെ താഴത്ത് കാണുന്ന നമ്മൾ TAB എന്ന് പറഞ്ഞ കീബോർഡ് കാണുന്ന ഒരാൾ ടാബ് ഉണ്ടാവും. ടാബ് അടിച്ചാൽ കുറച്ച് മുന്നിലേക്ക് വരും. ഇനി അവിടെ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഹായ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചു? ഇവിടെ ഹായ് എന്നുള്ളത് 5 പ്രാവശ്യം എന്ത് പ്രിന്റ് ചെയ്തു? 1, 2, 3, 4, 5 പ്രാവശ്യം പ്രിന്റ് ചെയ്തില്ലേ. അപ്പൊ ഹായ് എനിക്ക് വീണ്ടും എഴുതുന്നതിന്റെ പകരം ഞാൻ എന്ത് ചെയ്തു? ഒറ്റ പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ, പക്ഷെ 5 പ്രാവശ്യം വന്നു. അപ്പൊ എന്താണ് അവിടെ മാജിക്? നമുക്ക് നോക്കാം. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ? അവിടെ ഒരു ലൈൻ കൊടുത്തിട്ടില്ലേ? ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 5 എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത് അറിയാം? ഫോർ, അതായത് ഫോർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക? കറങ്ങാനുള്ള സംഗതിയാണ്.
ഓക്കെ, പൈത്തണിൽ കറങ്ങുന്ന സംഗതിയാണ്. ഓക്കെ, ആരെ കൊണ്ടോ കറക്കണത്? ഐ എന്നുള്ള ഒരാളെ കൊണ്ടോ കറക്കണത്. ഐ എന്നുള്ളത് എന്താണ്? ശരിക്കും ഒരു ബോക്സ് ആണ് അല്ലേ, നമ്മൾ പറഞ്ഞ വേരിയബിൾ നെയിം ആണ്. അപ്പോൾ അതിലെന്തോ സംഗതി ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, ആ നമ്പർ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ 0 സ്റ്റാർട്ട് ചെയ്യാം, മനസ്സിലാവും. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ 0 സ്റ്റാർട്ട് ചെയ്യും. ഇൻ റേഞ്ച് ഏത് വരെ പോകണം? 5 വരെ പോകണം. 5 എത്തൂല, 5ന്റെ തൊട്ടുണ്ട്. 0 1 2 3 4 4 വരെ 5 ഉണ്ടെങ്കിൽ 0 സ്റ്റാർട്ട് ചെയ്യുന്നതോട് 4 അവസാനിക്കാം. നമുക്ക് നോക്കാം. 5 തവണ കറങ്ങിയിട്ടുണ്ട്, ആൾ 5 തവണ കറങ്ങിയിട്ടുണ്ട്. എന്താണ് കറങ്ങേണ്ടത്? ഏതാ കറങ്ങേണ്ടത്? ഫോർ ലൂപ്പിന്റെ അകത്തുള്ള ആളാണ് കറക്കേണ്ടത്. ഫോർ ലൂപ്പിന്റെ അകത്തുള്ള ആളെന്ന് എങ്ങനെ മനസ്സിലാവാ? 4 കഴിഞ്ഞിട്ട് ഒരു ടാബ് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരൊക്കെ എന്താണ്? 4ന്റെ അകത്താണ്, 4ന്റെ പെട്ടിയിലുള്ളത്. 4ന്റെ പെട്ടിയിലുള്ളവർ ഇങ്ങനെ എന്ത് ചെയ്യും? കറക്കും. കറക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 5 തവണ കറക്കാൻ പറഞ്ഞാൽ അപ്പൊ 5 തവണ അവിടെ എന്ത് ചെയ്യും? കറങ്ങിയിട്ടുണ്ട്. എനിക്ക് 5 എന്നുള്ള എനിക്ക് വേണമെങ്കിൽ എന്താക്കാം? 15 എന്നാക്കാം. 15 തവണ എന്ത് ചെയ്യും? കറക്കും. കറക്കാൻ മീൻസ് 4ന്റെ അകത്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണോ കൊടുത്തുള്ളത് അത്രയും തവണ കറങ്ങും. ഇനി അതിന്റെ താഴെ വീണ്ടും കൊടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കാം, ഹലോ എന്ന് കൊടുത്തു. ഹലോ, അപ്പൊ എന്ത് സംഭവിച്ചു? ഹായ് ഹലോ, ഹായ് ഹലോ എന്ത് ചെയ്തു? പിന്നെ 15 തവണ വർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താ ചെയ്ത് വെച്ചാൽ ഇവിടെ ഈ ഹലോ എന്നുള്ളത് ഞാൻ ബാക്കിലേക്ക് ആക്കണം കേട്ടോ, ബാക്കിലേക്ക് ആക്കണം. അപ്പൊ എന്ത് സംഭവിക്കാം? ഹായ് ഇത്ര തവണ വർക്ക് ചെയ്തു, അതിന് ശേഷം ഹലോ എന്ത് ചെയ്തു? ഒരു തവണ വർക്ക് ചെയ്തുള്ളൂ. കാണാൻ എളുപ്പത്തിന് നമ്മൾ 5ലേക്ക് തന്നെ മാറ്റാണ്, 5 ഓക്കെ. അപ്പോൾ കണ്ടോ, ഹായ് എന്നുള്ളത് എന്ത് ചെയ്തു? 5 തവണ. പക്ഷെ ഹലോ എന്ത് ചെയ്തുള്ളൂ? ഒരു തവണ വർക്ക് ചെയ്തുള്ളൂ. എന്താ കാരണം? ഹലോ എന്ത് ചെയ്തിട്ടില്ല? ഈ ഫോർ ലൂപ്പിന്റെ അകത്ത് പെട്ടിട്ടില്ല. ഫോർ ലൂപ്പിന്റെ അകത്ത് ആര് പെട്ടാലും എന്ത് ചെയ്യും? എത്ര തവണ കറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അത്ര തവണ കറങ്ങും. കറങ്ങാൻ മീൻസ് വീണ്ടും അത് ഇങ്ങനെ റൺ ചെയ്യും. അപ്പൊ ഹായ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഫോർ ലൂപ്പിന്റെ അകത്ത് പെട്ടിട്ടുണ്ട്. പെടാനുള്ള കാരണം എന്താണ്? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു ടാബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, ഒരു ടാബ് കൊടുത്താൽ ഇപ്പൊ എന്താണ്? 4ന്റെ അകത്താണ് ഹായ് കിടക്കുന്നത്. ഇപ്പോഴോ 4ന്റെ അകത്തല്ല കിടക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തു? ഒരു എററൊക്കെ ഒന്നുമില്ല. കാരണം എന്താ? ഇവിടെ 4ന്റെ അകത്ത് ആരും ഇല്ല എന്ന് പറയുന്നത്. 4ന്റെ അകത്ത് ആരെങ്കിലുമൊക്കെ വേണം. 4ന്റെ അകത്ത് ആരുണ്ട്? ഹായ് ഉണ്ട്. അപ്പൊ ഹായ് എന്ത് ചെയ്തു? 5 തവണ വർക്ക് ചെയ്തു. ഇനി ഹായ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ടാബും കൂടി ഇട്ടു. അപ്പോൾ ഇവിടെ ഹലോ വന്നു. അപ്പൊ ഹായും ഹലോ എന്ത് ചെയ്യും? ഓരോ തവണ അങ്ങനെ വന്നിട്ട് 5 തവണ വരും. റെഡിയാണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർ ലൂപ്പിന്റെ കഥ. ഫോർ ലൂപ്പ് നമ്മൾ കണ്ടു, ഹായ് കുറെ തവണ പ്രിന്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ കുറെ ഹായ് ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്പറും സംഗതിയൊക്കെ അവിടെ വേണ്ടേ അല്ലേ? അപ്പൊ നമ്മൾ ഈ ഹായ് പ്രിന്റ് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ ഒരു സാധനം കൂടി പ്രിന്റ് ചെയ്യും. എന്താ പ്രിന്റ് ചെയ്യണത്? ഹായ് ഐ കൂടി പ്രിന്റ് ചെയ്യും. അപ്പൊ അതിന്റെ അകത്തുള്ള ആളും കൂടെ അവിടെ പ്രിന്റ് ചെയ്യും. അപ്പൊ ഹായ് കഴിഞ്ഞാൽ അങ്ങക്കാണ് എന്ത്? 0 1 2 3 4 ഉണ്ട് അല്ലേ? എന്താ 0 1 2 3 4? അപ്പൊ ഹായ് ആദ്യം അതിന്റെ വാല്യൂ എന്താ? നമ്മൾ ഇവിടെ ഐനെ ഡിക്ലെയർ ചെയ്തിരുന്നില്ല, ഐ എന്നുള്ള ബോക്സ്, നമ്മുടെ മാജിക് ബോക്സ്. അതിന്റെ അകത്ത് ആദ്യം വരുന്ന വാല്യൂ ഓട്ടോമാറ്റിക് നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല. ബൈ ഡിഫോൾട്ട് അതിന്റെ അകത്ത് ഫോർ ലൂപ്പിൽ ഉപയോഗിക്കുമ്പോൾ ആദ്യം 0 എന്ന് വരും. അപ്പൊ നമ്മളവിടെ ഐ പ്രിന്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? 0 എന്ന് പ്രിന്റ് ചെയ്തു. പിന്നെ ഓട്ടോമാറ്റിക് അതിന്റെ വാല്യൂ ഒന്ന് കൂട്ടി അല്ലേ? ഒന്ന് കൂട്ടി. ആരാ കൂട്ടാൻ പറഞ്ഞത്? നമ്മളിവിടെ റേഞ്ച് ഓഫ് 5 എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ? അതുകൊണ്ട് എന്ത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്തു? പൈത്തൺ കൂട്ടി. അപ്പൊ അതിന്റെ വാല്യൂ രണ്ടാമത്തെ റൗണ്ടിൽ വരുമ്പോൾ എന്തായിരിക്കും? 1 ആയിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തെ റൗണ്ടിൽ വരുമ്പോൾ അതിന്റെ വാല്യൂ 2 ഉണ്ടാവും. അപ്പൊ നമ്മൾ എത്ര തവണ ഇത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു? 5 തവണ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. 5 തവണ ഇത് പ്രിന്റ് ചെയ്തു. ഇനി ഞാനിവിടെ എന്ത് ചെയ്തു? 5 എന്നുള്ളതിന്റെ പകരം 10 എന്ന് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഹായ് 0 ഹായ് 1 അങ്ങനെ 9 വരെ പ്രിന്റ് ചെയ്യും. അപ്പോൾ മനസ്സിലാക്കുക, 10 എന്ന് കൊടുത്താൽ എന്തെങ്കിലും 10 വരൂല, അതിന് തൊട്ട് മുന്നിൽ നമ്പർ വരും 9 വരെ വരും. കാരണം എന്താ? നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ ഹായ് എന്ന് ഒഴിവാക്കാണ്. ഇതിൽ കൊടുത്തു നമ്പർ, ഇഷ്ട നമ്പർ. ഇനി ഒന്നുമില്ലെങ്കിൽ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം? എംടി കൊടുക്കുക, എന്നാലും കുഴപ്പമില്ല. അതിന് കൊടുത്തു. അപ്പൊ 0 1 2 3 4 5 6 7 8 9 കൊടുത്തു. റെഡി ആണല്ലോ. അപ്പം 9 തവണ 10 തവണ എന്ത് ചെയ്തു? ആൾ കറങ്ങി. ആദ്യം 0 ആയിരുന്നു വാല്യൂ, പിന്നെ അങ്ങനെ അങ്ങനെ വന്നിട്ട് ഇത് കറക്റ്റ് മനസ്സിലാക്കുക. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ആളാണ്. ഇനി നമുക്ക് സ്റ്റാർട്ടിങ് കൂടി കൊടുക്കണം. നമുക്ക് ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് 10 വരെ വരണം. അപ്പൊ എനിക്ക് ഇങ്ങനെ കൊടുക്കാം, 1,10 എന്ന് കൊടുക്കാം. ഇപ്പോഴും ശ്രദ്ധിക്കുക, ഒന്നും തുടങ്ങിയാലും 10 വരൂല, 9 വരെ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ഔട്ട്പുട്ട് വരുള്ളൂ കേട്ടോ. നമുക്കാണ് ഇങ്ങനെ കൊടുക്കാം. ഒരു കോമ ഇട്ടെടുക്കാം. അപ്പൊ എന്താ സംഭവിക്കാം? 1 കഴിഞ്ഞിട്ട് 2 സ്റ്റെപ്പ് മേലേക്ക് കയറി, എന്നിട്ട് 3 വന്നു. 3 കഴിഞ്ഞിട്ട് 2 സ്റ്റെപ്പ് കയറിയിട്ട് 5 വന്നു. 2 സ്റ്റെപ്പ് കയറിയിട്ട് 7 വന്നു. 2 സ്റ്റെപ്പ് കയറിയിട്ട് 9. എന്താ മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ 3 രൂപത്തിൽ ചെയ്തു അല്ലേ? 3 രൂപ ശരിക്ക് ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത്? ഒന്ന് നമ്മൾ എന്ത് ചെയ്തു? 10 മാത്രം കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ഐ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യും, 9 വരെ വരും അല്ലെ? രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? ഒരു തുടക്കം സ്റ്റാർട്ടിങ് നമ്പർ കൊടുത്തു. 1 തുടങ്ങാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? 10 വരെ പോകാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? 1 തുടങ്ങും, 9 വരെ പോകും അല്ലെ? ഇനി നമ്മൾ അടുത്തിൽ പറഞ്ഞു 1 മുതൽ തുടങ്ങിയിട്ട് 10 അവസാനിക്കണം.
ഇനി ഓരോ തവണ എത്ര സ്റ്റെപ്പ് കയറണം, ഞാൻ 2 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 2, 3 എത്രയും പറയും. അപ്പോൾ 1 കഴിഞ്ഞ് എന്ത് ചെയ്യും, 2ഉം 1 + 2 3, 3 + 2 5, 5 + 2 7 + 2 9. ഓരോ തവണ എന്ത് ചെയ്യും, സ്റ്റെപ്പ് കൂടുതൽ 2 സ്റ്റെപ്പ് ഒരുമിച്ച് എന്ത് ചെയ്യും, ചാടിയും. അപ്പൊ അതിന് മൂന്നാമത്തെ സെക്ഷൻ നമ്മൾ എന്താ പറയുക, സ്റ്റെപ്പ് എന്നാണ് പറയുക. ഓക്കെ, ഇതിന് ബിഗിനിങ് പറയും, രണ്ടാമത്തെ എൻഡിങ് പറയും, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയും. അപ്പം ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് ഫോർ അല്ലെ. ഫോർ നമുക്ക് ഞാൻ കമാൻഡ് ആയിട്ട് എഴുതണം. ഫോർ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഐ എന്നൊക്കെ പറയും, ഐ ആ വേരിയബിൾ ഇന്ന് റേഞ്ചിൽ നമ്മൾ 3 രൂപത്തിൽ കൊടുക്കാമല്ലോ. ഒന്നുകിൽ എന്ത് ചെയ്യുക, എൻഡ് അവസാനിക്കുന്നത് മാത്രം കൊടുക്കാല്ലേ, അപ്പോൾ 0 മുതൽ അവസാനം വരെ വരും. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, ബിഗിനിങ് കോമ എൻഡ് കൊടുക്കുക. അതല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, ബിഗിനിങ് എൻഡ് കോമ എത്ര സ്റ്റെപ്പ് ഓരോ തവണ കയറണം എന്നുള്ളത് എന്ത് ചെയ്യുക, കൊടുക്കാം. അപ്പൊ ഈ 3 രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോർ ലൂപ്പ് മച്ചാനെ യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുള്ള ആളാണ് ആര്, നമ്മുടെ ഫോർ ലൂപ്പ്. പല സാഹചര്യത്തിലും പല സമയത്ത് നമുക്ക് ആവശ്യം വരും. നമ്മളിവിടെ ഏറ്റവും ബേസിക് ഐ അല്ലെങ്കിൽ ഹായ് പ്രിന്റ് ചെയ്യുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഇതിൽ പ്രാക്ടീസ് ചെയ്യുക. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു വീഡിയോയിൽ പറയും. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. സംശയങ്ങൾ നിങ്ങൾ മെന്ററിംഗ് ടൈമിൽ ചോദിക്കുക, നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, താങ്ക് യു.